ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള വിവോ T1X എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോ T1X ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. നമ്മൾ 2 ദിവസം മുൻപ് ഈ ഒരു ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഫോൺ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ച് ഒറ്റ വാക്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. 1000 രൂപ ക്യാഷ് ബാക്ക് എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ 11,000 രൂപയ്ക്ക് ഈ ഫോൺ കിട്ടും. 11,000 രൂപയ്ക്കുള്ള 4GB RAM 64GB വേരിയൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അടിപൊളി ഫോണാണ്, നല്ലൊരു ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വിവോയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഫോണാണ് ഈ ഒരു 4GB RAM 64GBയുടെ ഏറ്റവും ബേസ് വേരിയൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ 4/128 6/128 ഒക്കെ വരുന്നുണ്ട്. അതൊന്നും അത്രയ്ക്ക് ഒരു ട്രൂ വാല്യൂ ഫോർമാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് 14,000 രൂപയ്ക്ക് വരുന്നുണ്ട്. ഈ 14,000 രൂപയ്ക്ക് നമുക്ക് വിവോയുടെ തന്നെ T1 4G 44 വാട്ട് കിട്ടും, AMOLED ഡിസ്പ്ലേ ഒക്കെ ഉള്ളത്. അല്ലെങ്കിൽ T1 5G അല്ലെങ്കിൽ IQ6 ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് പരിഗണിക്കാം. ഇത് മോശം എന്നല്ല പറയുന്നത്, ഏറ്റവും ട്രൂ വാല്യൂ ഫോർമാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു നല്ലൊരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു 4GB RAM 64GB എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഓപ്ഷൻ. അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് വിവോയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പറഞ്ഞിട്ടാതെ ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെട്ടി പൊട്ടിച്ച് ഓരോ കാര്യങ്ങളും നോക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ 90% ആൾക്കാരും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് വിവോ T1X എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സ് സാധാരണ വിവോയുടെ ഫോണകത്ത് കാണുന്ന രീതിയിൽ അതേ സെയിം ബോക്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ മോഡൽ നെയിം T1X എന്നിവിടെ കൊടുത്തിട്ടുണ്ട്, വിവോ എന്ന് വലുതായി കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ലോഗോസ് മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. Snapdragon 680 എന്ന് പറയുന്ന 6nm പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്. ഫുൾ HD ഡിസ്പ്ലേ, അതായത് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയുടെ കൂടെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്നൊക്കെ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ മാനുഫാക്ചറിങ് ഡേറ്റ്, അതുപോലെ MRP ഡീറ്റെയിൽസ്, IMEI നമ്പർ, പിന്നെ ഈ ഒരു ഫോണിൻ്റെ കളർ നമ്മൾ എടുത്തുള്ളത് ഇതിൻ്റെ ബ്ലാക്ക് കളറാണ്. അങ്ങനെ കുറച്ച് ആർ വാല്യൂ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബാക്ക് ബോക്സിന്മേൽ എഴുതിയിട്ടുള്ളത്. അപ്പം പെട്ടി നമുക്കിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചെറിയൊരു ബോക്സ് കിട്ടും. ഇവിടെ ഈ ഒരു ചെറിയ ബോക്സിനകത്ത് സാധാരണ കാണുന്ന പോലെ തന്നെ ഒരു ബാക്ക് പൗച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക് കേസാണ് വരുന്നത്. എന്തായാലും ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മോഡൽ ഇറക്കിയപ്പോഴും ഈ ഒരു ബാക്ക് പൗച്ച് കൊടുക്കുന്നുണ്ടെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഇതാണ് മൊബൈൽ, നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ നമുക്ക് 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. Type C ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിനോട് കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഒരു ചാർജർ, ബാക്ക് പൗച്ച്, പിന്നെ സിം എജക്റ്റിംഗ് ടൂൾ. അപ്പോൾ നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഒരു ഫോൺ വരുന്നത്. പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വിവോ T1X എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. വിവോയുടെ തന്നെ തൊട്ട് മുൻപത്തെ പല ഫോണിനകത്തും നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഡിസൈനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് അൺബോക്സിങ് റിവ്യൂ ചെയ്യുന്നത് ഇതിൻ്റെ ബ്ലൂ കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം മാറ്റി പഠിക്കാൻ വെച്ചിട്ട് ബ്ലാക്ക് കളർ എടുത്താണ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാം. ഒറ്റ നോട്ടത്തിൽ നല്ലൊരു ക്വാളിറ്റി, കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ബോർഡാണ് വരുന്നത്. പക്ഷേ മാറ്റ് ഫിനിഷ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും അഴുക്കുകളൊന്നും പറ്റി പിടിക്കില്ല എന്ന് പറയാം. എന്തായാലും ചെറിയ രീതിയിലുള്ള ഫിംഗർ പ്രിൻറ്റുകളൊക്കെ ഇവിടെ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലൈറ്റിൻ്റെ ഷെയ്ഡിൽ അത് കാണുന്നുണ്ടെന്ന് അറിയില്ല, ചെറിയ രീതിയിൽ അഴുക്കുകളൊക്കെ പറ്റി പിടിക്കുന്നുണ്ട്. പിന്നെ ഈ മുകൾ ഭാഗത്ത് 2 ക്യാമറകൾ നല്ല ഭംഗി തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തും ചെറിയൊരു മാറ്റങ്ങളൊക്കെ കുഴപ്പമില്ല. മൊത്തത്തിൽ ഓവറോൾ ഡിസൈൻ മുൻപത്തെ പല വിവോയുടെ ഫോണകത്തും കണ്ടിട്ടുള്ള രീതിയിലുള്ളൊരു ഏകദേശം ഒരു രൂപം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ വിവോയുടെ ലോഗോ ഇവിടെ കൊടുക്കുന്നുണ്ട്. തിക്നെസ് നോക്കുമ്പോൾ അത്യാവശ്യം തിക്നെസ്, ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു 5000 mAh ബാറ്ററിയുള്ള ഫോണിന് വേണ്ട ഒരു തിക്നെസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോക്സി ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഫുള്ളി ബോക്സി അല്ല എങ്കിൽ കൂടി ഈ ഒരു മിഡിൽ ഫ്രെയിം നല്ലൊരു ബോക്സി ഡിസൈൻ. അപ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായിരിക്കും. ഇപ്പോൾ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ ഈ ഒരു സൈഡിലാണ് വരുന്നത്. താഴെ സ്പീക്കറിൻ്റെ ഗ്രില്ല് വരുന്നുണ്ട്. Type C ചാർജിങ് പോർട്ട്, മൈക്രോഫോണിൻ്റെ ഹോള്, 3.5mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്, ഒന്നുമില്ല. മുകളിൽ ആണ് ഈ ഒരു സിം കാർഡ് ഹോൾഡർ വരുന്നത്. ഇത് നമുക്ക് 2 സിം കാർഡും മെമ്മറി കാർഡും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സിം കാർഡ് ഹോൾഡർ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഡൈമെൻഷനിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡിസൈനും നല്ലൊരു ക്വാളിറ്റിയും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓൺ ആക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഫോൺ നേരത്തെ ഓണാക്കി സെറ്റപ്പൊക്കെ ചെയ്ത് ക്യാമറയൊക്കെ നോക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇവിടെ ഓണാക്കുമ്പോൾ വിവോ പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓണാവുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതാണ് വിവോ T1X എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഓൺ ആകുമ്പോൾ കാണുന്ന ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോക്ക് തുറക്കുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ബ്രൈറ്റ്നസ് കുറച്ച് പകുതി ഇടാം, അല്ലെങ്കിൽ ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ ക്യാമറയ്ക്കകത്ത് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് പകുതി ഇടുന്നുള്ളൂ. എന്തായാലും നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. ഈ നോച്ച് ഡിസ്പ്ലേ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല. പക്ഷേ വിവോയുടെ ഫോൺ ഒരു വിധം എല്ലാതും ഈ നോച്ച് അത് ഡ്രോപ്പ് നോച്ചാണ് കൊടുക്കുന്നത്. എനിക്ക് പേഴ്സണലി വലിയ കുഴപ്പമില്ല. വലിയൊരു നോച്ചൊന്നല്ല, വളരെ ഒരു ചെറിയൊരു നോച്ച് ഡിസ്പ്ലേ ആണ്. എന്നാൽ കൂടി പലർക്കും ഈ നോച്ച് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ടച്ച് റെസ്പോൺസ് ഒക്കെ നോക്കുമ്പോൾ നല്ല സ്മൂത്താണ്, നല്ല സ്മൂത്തായിട്ട് ഒഴുകുന്നുണ്ട്. ഇത് 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ. ഫുൾ HD ഉണ്ട്, 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണെന്ന് പറയാം. ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9 10 ആപ്സ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞെക്കി പിടിച്ചിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷനും കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഇതൊക്കെ നമ്മളെല്ലാതും കോമൺലി യൂസ് ചെയ്യുന്ന ആപ്സ് തന്നെയാണ്. ഈ ജോഷ്, മോജ് അങ്ങനത്തെ കുറച്ച് ആപ്സ് മാത്രമായിരിക്കും മിക്കവാറും വേണ്ടാത്തതായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഡിസ്പ്ലേ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഡിസ്പ്ലേ നല്ലതാണെന്ന് പറയാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സെറ്റിംഗ്സിനകത്ത് കയറിയിട്ട് ഓരോ കാര്യങ്ങൾ പരിശോധിക്കാം. സെറ്റിംഗ്സിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഇവിടെ അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ മോഡൽ നെയിം വിവോ T1X എന്ന് പറയുന്ന മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 680 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരുന്നത്. കോമൺലി ഇപ്പോൾ ഒരു ഈ ഒരു 4G ഫോൺ ആകുമ്പോൾ 680 തന്നെ വരുന്നത്. പക്ഷേ ഈ ഒരു 11,000 പ്രൈസ് റേഞ്ചിനകത്ത് ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണെന്ന് പറയാം. 4GB റാമാണ് ഇത് വരുന്നത്. അതിന് കൂടെ നമുക്ക് 1GB റാം നമുക്ക് എക്സ്ട്രാ, അതായത് എക്സ്റ്റൻഡ് റാം വരുന്നുണ്ട്. നമുക്ക് ടോട്ടലി 5GB റാം നമുക്ക് എഫക്റ്റീവ് റാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 64GB ആണ് ഈ ഫോണിൻ്റെ വേരിയൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് തന്നെ 128GB വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ് വരുന്നത്. ഇത് 12 കൊടുക്കാമായിരുന്നു, തീർച്ചയായും കൊടുക്കാമായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ് കിട്ടും എന്ന് പറയുന്നത്. പക്ഷേ ഔട്ട് ഓഫ് ദി ബോക്സ് ഇത് ഇപ്പോൾ ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡ് 12ഉം 13ഉം മസ്റ്റായിട്ടും കിട്ടും എന്ന് കമ്പനിയാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലതാണ്. ഫണ്ടച്ച് OS ഏറ്റവും പുതിയ OS 12 തന്നെ വരുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ഭാഗത്ത് നോക്കുമ്പോഴും നല്ലതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു പ്രോസസ്സറും എല്ലാം കിട്ടുന്നുണ്ട്. പെർഫോമൻസിൻ്റെ ഭാഗത്തും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ക്യാമറയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ക്യാമറ എന്ന് പറയുന്നത് 50 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ 50 MP ഉണ്ടെന്ന് വെച്ചിട്ട് അത്ര നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. സെൽഫി ആണല്ലോ. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് രാത്രി 12 മണിയാണ്, 12:05. അപ്പോൾ റൂമിനകത്ത് ലൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഈ തീരെ ലൈറ്റില്ലാത്ത കണ്ടീഷനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്തൊരു ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാമറ തിരക്കേടില്ലെന്ന് പറയാം. പിന്നെ വിവോയുടെ ഫോണായ കാരണം ക്യാമറയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അവർ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു കുറച്ച് ക്വാളിറ്റി നമുക്ക് ഉണ്ടെന്ന് പറയാം. ഒരു ആവറേജ് ക്യാമറ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നൈറ്റ് മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ നമുക്ക് ഇത്തരത്തിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഫുൾ HDയിൽ നമുക്ക് 60 FPS ഇല്ല. 60 FPS ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 720ലേക്ക് മാറാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ മോർ സെറ്റിംഗ്സിനകത്ത് 50 മെഗാപിക്സലിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കുന്ന മോഡ്, പനോരമ മോഡ്, ലൈവ് ഫോട്ടോ മോഡ്, സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ്, പ്രൊഫഷണൽ മോഡ്, ഡോക്യുമെൻ്റ്, അങ്ങനെ കുറേ സാധനങ്ങളോട് കൊടുക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന ഫോണൊന്നല്ല. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത് തിരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് മാത്രം പറയാം. സെൽഫി ക്യാമറ നോക്കുമ്പോഴും കുഴപ്പമില്ല. ഇപ്പോൾ ഇൻഡോറിനകത്ത് റൂമിനകത്ത് തിരക്കേടില്ലാത്തൊരു സെൽഫി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ. എന്തായാലും ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഉള്ളതിൽ നല്ലൊരു ക്യാമറ നമുക്ക് ക്വാളിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ ക്യാമറയും തിരക്കേടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രൈസ് റേഞ്ച് ഇതായത് കാരണം നമുക്ക് അധികം തലനാരിഴ കീറി പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. പിന്നെ ഈ ഫോണിൻ്റെ ബാറ്ററിയുടെ സൈഡ് നോക്കുമ്പോൾ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും വരുന്നുണ്ട്. അപ്പോൾ 5000 mAh ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചാർജും ബാറ്ററി ബാക്കപ്പ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ മൊത്തത്തിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ആർക്കും ഉപകാരപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നോർമലായിട്ടുള്ള ഓൺലൈൻ ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങൾ നടത്തുന്നവർ, അല്ലെങ്കിൽ അധികം ഗെയിമൊന്നും കളിക്കാതെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഫോണാണ് വേണ്ടത്. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള യൂസിങ്, അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനത്തെ ബ്രൗസിങ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. അല്ലെങ്കിൽ സെക്കൻഡറി ഫോൺ വേണ്ടവർക്ക്, നല്ലോണം ചാർജൊക്കെ നിൽക്കുന്ന ഒരു ഫോൺ വേണ്ടവർക്ക് യൂസ് ചെയ്യാം. പിന്നെ വിവോയുടെ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. അപ്പോൾ നെഗറ്റീവായിട്ട് എനിക്ക് അധികം ഒന്നും പറയാനില്ല. കുഴപ്പമില്ലാത്തൊരു മോഡലാണ്, നല്ല ഫോണായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് തോന്നുന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.